ടിവിയുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിൽ ഇന്നുള്ളത് മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നായകനായ സീരിയൽ താരം ഡോക്ടർ ഷാജു ആണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പം അദ്ദേഹത്തെ ഈ ഷോയിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം. നമസ്തേ. നമസ്കാരം. നല്ല വിശേഷങ്ങൾ. അങ്ങനെ പോകുന്നു. ടെലിവിഷൻ, സിനിമ എന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. ലാസ്റ്റ് എനിക്കൊന്നും നമ്മൾ കണ്ടത് കുടുംബവിളക്കിലെ ഏഷ്യാനെറ്റിൽ വന്ന കുടുംബവിളക്ക് എന്ന സീരിയലിലെ രോഹിത് എന്ന കഥാപാത്രമാണ് ഞാൻ അവസാനം ചെയ്തത്. അതിനുശേഷം ഞാൻ കുറച്ച് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീരിയലാണ് ഇപ്പം ഏഷ്യാനെറ്റിൽ 7 മണിക്ക് വരുന്നത് ചെമ്പനീർ പോകുന്ന സീരിയൽ. അത്യാവശ്യം ഭയങ്കര നല്ല ഒപ്പീനിയനും ഒക്കെ കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു സീരിയൽ. അപ്പൊ അതിന്റെ പണിപ്പുരയിലും എന്റെ പുറകിലുമാണ്. അല്ല, പ്രധാനമായിട്ടും ഈ പ്രൊഡക്ഷൻ തുടങ്ങിയതിനു ശേഷം ഈ നമ്മൾ കുറച്ചുകൂടെ കമ്മിറ്റ്മെന്റ് ആവശ്യമുള്ള ഒരു ഏരിയയാണ് ടെക്നിക്കൽ സൈഡ്. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അധ്വാനം ഇല്ലാത്തൊരു പണിയാണ്. നമ്മൾ രാവിലെ അവർ വിളിക്കുന്നു, ചെല്ലുന്നു, നമ്മൾ റെഡി ഒന്ന് വായിക്കുന്നു, റെഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഡയലോഗ് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. എന്നുവെച്ചാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എളുപ്പമുള്ള താരതമ്യേന എളുപ്പമുള്ള ഒരു ജോലിയാണ്. പക്ഷെ അതിന് ടെക്നിക്കൽ ഏരിയയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് ജോലികൾ, ഉത്തരവാദിത്തം നമ്മളെ ബാധിക്കും. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങളും ആ സമയക്കുറവൊക്കെ കൊണ്ടാണ് തൽക്കാലം ടെലിവിഷൻ സീരിയൽ അഭിനയിക്കുന്നത്. ടെലിവിഷൻ അല്ലാണ്ട് മൂവി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സിനിമ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഒരു തൊട്ട് മുന്നേ എർദം എന്നൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അക്കാഡമിക് മൂവിയാണ്. അത് റിലീസായി കേരളത്തിൽ ഒരു 24 സെന്ററിൽ റിലീസായി 2 ആഴ്ചയൊക്കെ ഓടിയ പടമാണ്. അത്യാവശ്യം നല്ല അഭിപ്രായമുള്ള പടമാണ്. ഞാനാണ് അതിനകത്തൊരു 68 വയസ്സുള്ള ഒരു മുസ്ലിം കഥാപാത്രം. അപ്പൊ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം കഥാപാത്രമായിരുന്നു. അത്യാവശ്യം നല്ല ഒപ്പീനിയൻ വന്ന സാധനമാണ്. അത് കഴിഞ്ഞിപ്പോ ഊടുപ്പാവം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡയറക്ടർ ലാൽജി ജോർജ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറാണ്. പുള്ളി ശ്രീനേട്ടനെ വെച്ചിട്ട് ചിതറിയവരൊക്കെ ചെയ്ത നല്ല ഡയറക്ടറാണ്. ഒരുപാട് അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് ൃതത്തിന്റെ. ഇപ്പൊ രണ്ടാമത് ഊടുപ്പാവം എന്ന് പറഞ്ഞൊരു പടം നടക്കും ഒറ്റവാടിൽ തന്നെ. അതാണിപ്പം അഭിനയിക്കുന്ന കാര്യം. സിനിമയാകുമ്പോൾ സീരിയലിനോളം ഭീകരമായ കമ്മിറ്റ്മെന്റ് അങ്ങനെ ഇല്ലല്ലോ. അതെ, അത് മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ മാസവും നമ്മളൊരു 15-20 ദിവസം അതിന്റെ പുറകിൽ. പിന്നെ ഡബിങ് ഒക്കെ പറയുമ്പോൾ നമുക്ക് സമയക്കുറവുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം പ്രൊഡക്ഷനും ഈ കൊച്ചു കൊച്ചു സിനിമകളൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പം ഒരു ആക്ടറിൽ നിന്ന് ഒരു പ്രൊഡ്യൂസറിലേക്ക് വന്നപ്പം ഉള്ള ഒരു വ്യത്യാസം, അല്ലെങ്കിൽ ഷാജുവിന്റെ ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ് എന്തൊക്കെയാ ആക്ടറിന് മാറി പ്രൊഡ്യൂസർ സൈഡിലേക്ക് വന്നപ്പോൾ? ഞാൻ എല്ലാവരോടും പറയും, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ് എന്റെ മറുപടി. നമ്മുടെ ജീവിതത്തില് എല്ലാവർക്കും ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും കലാകാരന്മാർക്കും അഭിനേതാവാണെന്ന് താല്പര്യം ഉണ്ടാവും, സിനിമ ചെയ്യാനുണ്ടാവും, നടന്മാരാണെന്ന് ആഗ്രഹമുണ്ടാവും. അപ്പൊ നമ്മള് ഏറ്റവും അല്പം ടാലന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന, ഏറ്റവും പ്രശസ്തിയിലേക്ക് വരാൻ പറ്റുന്ന ഒരു മേഖലയാണ് അഭിനയം എന്നുള്ളത്. അത് നൽകുന്നതിന് കുറച്ച് അത്ര വലിയൊരു റിസ്ക് ഉള്ള ജോലിയല്ല. മറിച്ച് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നതിനകത്ത് എല്ലാം ഉൾപ്പെടും, പ്രത്യേകിച്ച് ടെലിവിഷനിലുള്ള പ്രൊഡ്യൂസർ. കാരണം ഈ പ്രൊഡ്യൂസേഴ്സിനാണ് ചാനല് പ്രോജക്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മളാണ് അതിന്റെ ആദ്യം എല്ലാം ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നുവെച്ചാൽ എല്ലാം ചെയ്യേണ്ട എല്ലാ ആൾക്കാരും നമ്മൾ അതിനൊക്കെ നമ്മൾ അതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ട് നമ്മൾ അതിന്റെ എല്ലാം ചെയ്യണം. കാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യം നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് ഞാനൊരു 25 വർഷത്തോളമായിട്ട് ഈ മീഡിയ നിൽക്കുന്ന ആളായതുകൊണ്ട് പൂർണ്ണമായും നമുക്ക് ആയിരിക്കും നമ്മളതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കാസ്റ്റിംഗ് മുതൽ, അതിന്റെ കഥ മുതൽ, അതിന്റെ പിന്നെ ലൊക്കേഷൻ മുതൽ, അതിന്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ അതിന് വേണ്ട പണച്ചെലവുണ്ടല്ലോ, അത് നമ്മൾ കണ്ടെത്തണം. അത് നമ്മൾ കൃത്യമായി വിനിയോഗിക്കണം. അത് കൃത്യമായിട്ടാണ് പോകുന്നത് നോക്കണം. പിന്നെ ഡെയിലി നമുക്ക് നടൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനില്ല, തീർച്ചയായിട്ടും ടെൻഷനില്ല. പക്ഷെ നിർമ്മാണം എന്ന് പറയുമ്പോൾ നമുക്ക് ലൊക്കേഷൻ നിന്ന് നമ്മുടെ ഇന്റർവ്യൂ തന്നെ ഫിക്സ് ചെയ്തിട്ട് രാവിലെ ഈ സമയം മാറി മാറി പോകുന്ന പക്ഷേ രാവിലെ നമുക്ക് ലൊക്കേഷനിൽ നിന്ന് ഓരോരോ കോൾസും ഓരോരോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളായിരിക്കും, ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളായിരിക്കും. അത് നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. നമ്മളാണ് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം വരുമ്പോഴാണ് നമ്മൾ ചാനലിലേക്ക് സമീപിക്കുക. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഫുൾ ടൈം ഡെഡിക്കേഷൻ എല്ലാം ചെയ്യേണ്ടി വരും. അത് ഭയങ്കര വ്യത്യാസമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന ഓരോ വ്യക്തികളും, ഒരു നടനായാലും നടിയായാലും, ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം എങ്കിലും അവർ നിർമ്മിച്ചിരിക്കണം, പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോഴാണ് ഇതെന്താണ് ഇതിന്റെ അധ്വാനമെന്നും അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുമ്പോഴുള്ള ഗുണം അവർ പിന്നീട് ചെയ്യുന്ന പ്രൊജക്ടുകളിൽ അവർക്ക് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഒരുപാട് വ്യത്യാസം. അപ്പൊ അതാണ്. അപ്പൊ നമുക്ക് എനിക്ക് പക്ഷെ ആദ്യം മുതലേ ഈ പ്രൊഫഷണൽ സൈഡൊക്കെ താല്പര്യമുള്ള, എനിക്ക് എപ്പോഴും നമ്മൾ അങ്ങനത്തെ ആ ഏരിയയെ പറ്റി ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ പ്രൊഡ്യൂസേഴ്സിനോടും എന്റെ ഡയറക്ടേഴ്സിനോടൊക്കെ ഒരു തരത്തിൽ
വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത, അതുകൊണ്ടാണ് ഇത്രയും നീണ്ട കാലം 25 വർഷത്തിന് ശേഷം നമ്മൾ അഭിനയിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ അപാരമായ കഴിവ് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ക്യാരക്ടറും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ രീതികളും വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഒരു നിർമ്മാതാവ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ സ്റ്റഡി ഇരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ മറ്റവരോട് ഭയങ്കര വ്യത്യാസമാണ്. ചെറിയ വ്യത്യാസമൊന്നുമല്ല, വലിയ വ്യത്യാസമാണ്. പിന്നെ ഉത്തരവാദിത്വം ഭയങ്കരമല്ലേ. ഈ പ്രൊജക്ട് നന്നായാലും ചീത്തയായാലും ഒക്കെ അതിന്റെ ഉത്തരവാദിത്വം പ്രൊഡ്യൂസറും ഡയറക്ടറുടെ തലയിൽ ഓഫ്കോഴ്സ്. പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസേഴ്സിന്റെ തലയിലേക്ക്. ടെലിവിഷനിലാണ് ഞാൻ പറയുന്നത്. സിനിമയിലാണെങ്കിൽ ഒരു പ്രോജക്റ്റ് നഷ്ടപ്പെട്ട നന്നായെന്നില്ലെങ്കിൽ സംവിധാനയുടെ ചുമതലയിലേക്ക് അത് ഷെയർ ചെയ്യും. ടെലിവിഷനെ സംബന്ധിച്ച് അതിന്റെ അവസാനം അതിന്റെ ഉത്തരവാദിത്വം നന്നായാലും ഇല്ലെങ്കിലും ഒക്കെ വരുന്നത് ഈ പ്രൊഡ്യൂസേഴ്സിന്റെ തലയിൽ തന്നെ ആയിരിക്കും. അവരാണ് ചാനലിനോടുള്ള കമ്മിറ്റ്മെന്റ് ഉള്ളത്. ഡയറക്ടർ, പിന്നെ ഷാജേട്ടൻ ഒരു ഡോക്ടറായിരുന്നു ആദ്യം. ഡോക്ടറായിരുന്നില്ല, ഇപ്പോഴും ഡോക്ടർ. അപ്പൊ ഡോക്ടർ, ആക്ടർ, ഇപ്പൊ ലേറ്റസ്റ്റ് പ്രൊഡ്യൂസർ. അപ്പൊ 3 നിലയിലാണ് ഷാജേട്ടൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് ഒരു മേഖല ഇഷ്ടപ്പെട്ട, ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ചൂസ് ചെയ്യാൻ പറഞ്ഞ? അല്ല, ശരിക്കും നമ്മൾ ഡോക്ടറായതിനു ശേഷമാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് വരുന്നത്. അപ്പോ എനിക്ക് ഏറ്റവും പാഷനുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മേഖല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കലാരംഗം തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും നാടകം, മോണാക്ടിങ്, ഇങ്ങനെ നിന്നിട്ടുള്ളതാണ്. അത്യാവശ്യം എഴുത്തുണ്ടായിരുന്നു, വരയുണ്ടായിരുന്നു, കുറെ കാര്യം ചെയ്യാറുണ്ട്. എല്ലാത്തിലും അങ്ങ് പൂർണ്ണതയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ അങ്ങനെ നാടകങ്ങളിലും ഞാൻ മെഡിക്കലിൽ പഠിക്കുന്ന സമയത്ത് 5 വർഷം ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അങ്ങനെ കുറേ അധികം ഇതിനകത്തൊരു ഭയങ്കര കമ്പൗണ്ടായിരുന്നു. അപ്പോൾ പഠിത്തമെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ ഡോക്ടറായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്ന സമയത്തും നമ്മുടെ മനസ്സ് ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചു. അത് എനിക്ക് ഒരുപാട് ശ്രമിക്കേണ്ടി വന്നില്ല, ഒരുപാട് അറിയേണ്ടി വന്നില്ല. പെട്ടെന്നൊരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു പ്രൊജക്റ്റിൽ മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാധവൻകുട്ടി സാർ സംവിധാനം ചെയ്തിട്ടുള്ള ജ്വാലയായി വളരെ മുമ്പാണ്. അപ്പൊ അതിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് തൊട്ട് മുന്നേ മാധവൻകുട്ടി സാറിന്റെ സംവിധാനം ചെയ്തിട്ടുള്ള ദേവത എന്നൊരു സീരിയലുണ്ടായിരുന്നു. ഐശ്വര്യയൊക്കെ അഭിനയിച്ചിട്ടുള്ള, ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യയൊക്കെ, മോദിയുടെ. അപ്പൊ എന്റെ ആദ്യത്തെ ടെലിവിഷൻ, എന്റെ ആദ്യത്തെ അഭിനയം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞ അഭിനയത്തോടെ കമ്പൗണ്ടായിരുന്നു. എന്റെ ആദ്യത്തെ സീരിയൽ എന്ന് പറയുന്നത് വളരെ മുമ്പാണ്. അത് 90s ആദ്യത്തെ. അത് കുറച്ച് ചെറുപ്പമാണ്, ഞാൻ ഭയങ്കര ചെറുതായിരുന്നു. അന്ന് ഇണക്കം പിണക്കം എന്നിട്ട് ദൂരദർശനിൽ 6 എപ്പിസോഡ് വരുന്നൊരു TS സജിയുടെ സംവിധാനം ചെയ്ത സാധനം. അതിൽ കഴക്കൂട്ടം പ്രേംകുമാറുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. അദ്ദേഹമായിരുന്നു നായകൻ. അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ ബീനാനെ അഭിനയിച്ചത്. അതിനകത്തൊരു അവരുടെയൊക്കെ ഒരു ചെറിയൊരു പയ്യനായിട്ട് അഭിനയിച്ചു തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിക്കാൻ പോയി. അപ്പം അതിന് തിരിച്ചു വന്നിട്ടാണ് ഈ ജ്വാലയ തുടങ്ങുന്നത്. മാധവൻകുട്ടി സാർ സംവിധാനം ചെയ്തു, മമ്മൂക്ക പ്രൊഡ്യൂസ് ചെയ്ത സീരിയലാണ്. തൊട്ട് മുന്നേ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഒരു ദേവത എന്നുള്ളത്, മാധവൻകുട്ടി സാർ. ഞാനത് ചെറിയ വേഷം ചെയ്യാൻ പോയി. അതിൽ എന്നെ കണ്ടിട്ട് എൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടാണ് മാധവൻകുട്ടി സാർ എന്നെ ജ്വാലയ്ക്ക് വിളിക്കുന്നത്. ജ്വാലയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു മന്ദബുദ്ധി പോലത്തെ ക്യാരക്ടറാണ്. പെട്ടെന്ന് വേണുചേട്ടൻ്റെ കോമ്പിനേഷൻ, വേണുചേട്ടൻ എം ആർ ഗോകുമാറിൻ്റെ കോമ്പിനേഷനിലാണ് ഞാൻ അഭിനയിച്ചു വന്നത്. അപ്പോൾ വന്ന ഒരു സ്കൂൾ എന്ന് പറയുന്നത് ടെലിവിഷനിലാണെങ്കിലും അന്ന് ജ്വാലയിലുള്ള ഒരുപാട് സിനിമാ താരങ്ങൾ അഭിനയിച്ചിട്ടുള്ള സീരിയലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നമ്മൾ നിന്നുകൊണ്ട് അഭിനയിച്ചു വന്ന കാരണം ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ, ഒരുപാട് തെറ്റുകൾ നിർത്താൻ പറ്റും. പിന്നെ അവിടെ നമ്മുടെ ഞാൻ ശ്രീമാനന്ദൻ സാറിൻ്റെ 5 സീരിയൽ നായകനായിരുന്നു. PR നാഥൻ്റെ സ്ക്രിപ്റ്റ്, R ഗോപിനാഥ്, ബൈജുദേവൻ, കുറേ നല്ല ആൾക്കാരോട് വർക്ക് ചെയ്തായിരുന്നു. നമുക്ക് ചില അഭിനയത്തോടൊപ്പം തന്നെ ചില ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നിലനിന്ന് പോകാൻ പറ്റുന്നത്. നമ്മളെപ്പോഴും ഒരു ആക്ടർ ആയിരിക്കുമ്പോൾ ഒരു ടെക്നീഷ്യൻസിൻ്റെ പെയിനും അവരുടെ കമ്മിറ്റ്മെൻറ്റും അവരുടെ ആ പ്രൊജക്റ്റിനോടുള്ള ഡെഡിക്കേഷനും മനസ്സിലാക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം. അതാണ് പ്രൊഡ്യൂസറും ആക്ടറും തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി. പിന്നെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ഇതിലേക്ക് വരുമ്പം എങ്ങനെയാണ്, ഇപ്പൊ നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട്, ഇപ്പം പിള്ളേരൊക്കെ ആണെങ്കിൽ തന്നെ കാസ്റ്റിംഗ് കൗച്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഡീൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടെലിവിഷൻ മേഖലയിലേക്ക് വരുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്താണ് പറയാനുള്ളത്? അതെന്താണെന്നറിയാം, ശരിക്കും പറഞ്ഞാൽ ടെലിവിഷനിൽ അങ്ങനെ ഉണ്ടോന്ന് എനിക്കറിയില്ല, സിനിമയിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. പൊതുവെ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പം പിന്നെ ബോളിവുഡിലായാലും ബോളിവുഡിലായാലും ഒക്കെ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കേട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം 18 വയസ്സിൽ അഭിനയിക്കാൻ തുടങ്ങിയ ഒരു നടി 82 വയസ്സിൽ അവരുടെ കാസ്റ്റിംഗ് കോച്ചിന്റെ കഥ പറയുന്ന ഒരു കാലമാണിപ്പം. 82 വയസ്സ് വരെ വിവേകമില്ലാതിരിക്കുകയും 82 വയസ്സ് കഴിഞ്ഞ ശേഷം അതങ്ങനെയായിരുന്നോ എന്ന് പറയുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ സമീപകാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ അതിൽ അലർട്ടായിട്ട് ജീവിക്കും. ഇപ്പോൾ ഇപ്പൊ ശ്യാമിലി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു. നാളെ ശ്യാമിലി എന്നെ വേറൊരു കാര്യത്തിന് ഫോൺ ചെയ്താൽ പോലും
ഒരു നോർമൽ കാർ അല്ലെങ്കിൽ ഫോണിലേക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ ഭയന്നിട്ടായിരിക്കും അറ്റൻഡ്. ആ ശ്യാമിന് എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയാം. ആണോ ചേട്ടാ എപ്പോഴാണ് ഫ്രീ ആവുമെന്ന് കാണണമെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് അപകടമാണ്. അതപ്പോ ശ്യാമിനായിട്ട് പറയല്ല, പൊതുവിൽ ഈ ഭയം എല്ലാ ടെക്നീഷ്യന്മാർക്കും ഉണ്ടെന്നാണ് എനിക്കുണ്ട് ശരി. കാരണം ഒരു 25 വർഷത്തോളം ഞാൻ ഈ മേഖലയിൽ നിന്നിട്ടും അത്യാവശ്യം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു അങ്ങനത്തെ ഒരു പേര് വരാണ്ട് പോയ ഒരാളാണ് ഞാൻ. അപ്പൊ ഇനി അത് പ്രൊഡ്യൂസറായ ശേഷം കൂടുതൽ സാധ്യതയാണ്. നടനായിരിക്കുമ്പോൾ സാധ്യതയില്ല. അപ്പൊ നടനായിരിക്കുമ്പോൾ നമ്മളൊരു പെൺകുട്ടിയോട് കുറച്ച് കൂടുതൽ സംസാരിക്കുകയോ അവരോട് എന്തെങ്കിലും പറയുന്നത് അവർക്ക് ആ ഒരു കൊളീഗ് എന്നുള്ള നിലയിൽ അവർ ചിലപ്പോൾ, പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നമ്മളെ ഈ പറയുന്ന ഒരു മാനസികാവസ്ഥയിലായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. നമ്മളിപ്പം അവരോട് എന്താണ് ട്രിവാൻഡ്രത്തേക്ക് ഇറങ്ങാന്ന് ചോദിച്ചാൽ തന്നെ അവരാ ഇതെന്തിനാന്ന് ചോദിക്കും. അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ട് നിങ്ങള് കാണാട്ടോ സമയം കാണാന്ന് പറഞ്ഞാൽ കാണാമോ. ഇത് ഇത്തരത്തിലുള്ള ഓരോ വാക്കുകൾക്കും വെവ്വേറെ അർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ടാണ് അത്തരം ഏരിയകൾ നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനത്തെ പരിപാടി നമ്മളിപ്പം കാസ്റ്റിംഗ് നമ്മൾ കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പം ശ്യാമിലിയെ കാസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് ടെലിവിഷനിൽ എളുപ്പമല്ല. കാരണം ഞാൻ ശ്യാമിലിക്ക് ഒരു ഹീറോയിൻ ക്യാരക്ടർ ഞാൻ പ്ലാൻ ചെയ്താൽ ചാനലിൽ 4 ഓപ്ഷൻസ് ചോദിക്കും. ശ്യാമിലിയോടൊപ്പം 1, 2, 3, 4 ഓപ്ഷൻസ്. ഇതിൽ ഒരാളെ ചാനലിനകത്ത് നമ്മളും കൂടി ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗിലാണ് ഡിസൈഡ് ചെയ്യുക. അല്ല ഓഡിഷൻ അവരുടെ പെർഫോമൻസ് വീഡിയോ നമ്മൾ കൊടുക്കും, അവരുടെ ഫോട്ടോഗ്രാഫ്സ് കൊടുക്കും, അവരുടെ ബയോ എല്ലാം കൊടുത്ത ശേഷം നമ്മൾ ഇവരുടെ ചാനലിൽ നമ്മൾ ഇവരുടെ ഈ പെർഫോമൻസ് വീഡിയോ അവരുടെ എല്ലാ ബയോഡേറ്റയൊക്കെ നമ്മൾ തന്നെ അവിടെ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തന്നെ പ്രൊജക്റ്റ് ചെയ്ത ശേഷം നമ്മളൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ കഴിഞ്ഞ ശേഷം അവർ ഇതിനകത്ത് ആരാ ബെറ്റർ എന്നുള്ളത് എല്ലാവരും കൂടി തീരുമാനിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു പെൺകുട്ടിയോട് ഒരു ഡീൽ വെച്ചിട്ട് മുന്നോട്ട് പറ്റില്ല. ഒന്നാമത് അത് മാത്രമല്ല, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ താരതമ്യേന മറ്റു രാജ്യങ്ങളിൽ അങ്ങനെ അല്ലെങ്കിലും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഈ ഒരു കാര്യമാണ് ഏറ്റവും മോശപ്പെട്ട കാര്യമെന്നിരിക്കെ സ്ത്രീ വിഷയം എല്ലാവരും അതിനകത്ത് അലേർട്ടായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. ഞാൻ കുറച്ച് കൂടുതൽ അലേർട്ടാണ് അതിനകത്ത്. കാരണം ഇത് നടക്കാതെയും നടന്നൊക്കെ നമുക്ക് ഒരുപാട് ചാൻസസ് കൂടിയ ഒരു മേഖലയായതുകൊണ്ട് കുറച്ച് ശ്രദ്ധയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാനിവിടെ ശ്യാമിലി ഇപ്പൊ അഭിനയിച്ചിട്ടുണ്ടല്ലോ. പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ റെഫറൻസ് ത്രൂ ആണ് പോയിട്ടുള്ളത്. പിന്നെ പെർട്ടിക്കുലർ മീൻസ് ലൈക്ക് ഒരു ഓഡിഷൻ പോലെ എല്ലാ മേഖലയിലും. ഇപ്പൊ ഞാൻ ഡോക്ടറാണല്ലോ, ഇതല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാ തൊഴിൽ മേഖലയിലും ഇത്തരം ചൂഷണങ്ങൾ ഞാൻ പറയുന്നത് ഇത്തരം നെഗറ്റീവ് സൈഡ് ഇത്തരം കാര്യങ്ങളുണ്ടാവും. സ്വാഭാവികമായും ഒരാളെ പ്രപ്പോസ് ചെയ്യും, ഡേറ്റിങ്ങിനായിട്ട് പറയുകയും ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി ഒന്ന് തറപ്പിച്ച് നോക്കിയാൽ തീരാവുന്ന വിഷയമാണ്. വെരി സിമ്പിൾ ആണ്. ഞാൻ ശ്യാമിനോട് ശ്യാമിലി ആ വാട്സാപ്പ് നമ്പർ തരാമെന്ന് വെച്ചാൽ ഞാൻ ശ്യാമിലി ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒറ്റ നോട്ടം നോക്കിയാൽ എത്ര വലിയ ചങ്കൂറ്റുള്ള ഒരാളും ഉള്ളിലൊന്ന് പെടും. കാരണം വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമുള്ള ഒരു മേഖലയാണ്. ആരും പിന്നെ അതിനപ്പുറത്തേക്ക് ആ വരയ്ക്കപ്പുറത്തേക്ക് വരാൻ പഠിക്കലെന്നാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആരും തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. എല്ലാ പെൺകുട്ടികളോടും ഞാൻ പറഞ്ഞാൽ അവർ റെസിസ്റ്റ് ചെയ്യാൻ പഠിക്കുക. എനിക്ക് അങ്ങനെ സാധനം വേണ്ട, ഞാൻ അങ്ങനെ അഭിനയിക്കില്ല എന്ന് പറയാൻ പഠിച്ചാൽ പറ്റും. നീ അഭിനയിച്ചേ പറ്റൂ, നീ ആ ഡീൽ ഒപ്പിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഡീൽ ചെയ്യുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല, ആരും പറയില്ല. വെരി സിമ്പിൾ ആണ്, സിമ്പിൾ ലോജിക് ആണ്. ഒരു കുട്ടി വരുമ്പോൾ നമുക്കൊന്ന് കാണട്ടോ എന്ന് പറഞ്ഞാൽ എനിക്കിത് പറ്റില്ല നോ എന്ന് പറഞ്ഞാൽ ഒരാളും അതിനപ്പുറത്തേക്ക് കിടക്കില്ല. എൻ്റെ ഒരു വിശ്വാസം അതാണ്. ഇപ്പൊ ഞാനൊരു പുരുഷനായിരിക്കും ഒരാണായിരിക്കും 25 വർഷം വിളിക്കാൻ നമ്മൾ ഒരുപാട് പേരോട് സംസാരിക്കും, സംവേദിക്കും. അവരുടെയൊക്കെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതാണ്. പലരും പറയും ഞാനേ ലൈറ്റായിട്ടൊന്ന് പറഞ്ഞേക്കും അവളൊരു ചൂടായിരിക്കും ഞാൻ വിട്ടു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജുകൾ ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നീട് അതൊരു വേറൊരു സമയത്ത് അത് വിളിച്ചു പഠിച്ച് അത്തരം കാര്യങ്ങൾ ശരിക്കും ഇടയ്ക്കൊന്നും വല്ലാതെ പൊന്തി വന്നിട്ട് അത് വല്ലാതെ പോകാൻ തന്നെ കാരണം അതിന് പ്രസക്തിയില്ലാതെ പോയി. ആർക്ക് വേണമെങ്കിലും പറയാലോ. ഇപ്പൊ ശ്യാമിലി ഇപ്പൊ ഷീനുവിന്റെ കൂടെയുണ്ട്. ഇപ്പൊ നമ്മൾ ക്യാമറയിൽ ഞാൻ ഷാലിനി മാത്രമേ ഉള്ളൂ. ഷാമിലിക്ക് ഒരാഴ്ചയും പറയാം ഞാൻ അയാളുടെ വീട്ടിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അയാൾ എന്നോട് മോശമായി പെരുമാറുന്നു പറഞ്ഞാൽ ഞാൻ പെട്ടില്ലേ. ഇപ്പൊ ഇതിനകത്തൊരു കുഴപ്പമില്ല, നിയമം പരിപാലിക്കപ്പെടുന്നത് ഈ പെൺകുട്ടിയുടെ വഴി മാത്രം മതി എന്നാണ്. അപ്പൊ ഞാൻ ഒന്നും വേണ്ട. അപ്പൊ ഞാനിത് എങ്ങനെ തെളിയിക്കും വെച്ചാൽ സ്വാഭാവികമായിട്ടും അത് ക്ഷീണം ഉണ്ടായിരുന്നു, തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ CCTV ഉണ്ട്, അത് ഞാൻ കാണിച്ചിട്ട് ഞാൻ ക്ഷീണം കൂടെ പെടുത്തും, അത് വേറെ വിഷയം. എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ പറയാം. അപ്പൊ അതൊരു നല്ല നിയമസംഹിതയുമല്ല ശരിക്കും പറഞ്ഞാൽ. അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. തീർച്ചയായിട്ടും
അത് എല്ലാ സ്ഥലത്തും ഉണ്ട്, അതെല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ട്. പക്ഷെ സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് ആൾക്കാരെ അറിയുന്നു, ചിലപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലപ്പോൾ അല്പം കൂടുതലായിരിക്കും എന്ന് വെച്ചു. പക്ഷേ അത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയും, ഇതൊരു പാരസ്പര്യമാണ്. അപ്പൊ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തിൽ ഡീൽ ഉറപ്പിച്ച ശേഷം ആ ഡീല് അതിനുശേഷം പിന്നീട് അതൊരു തെറ്റായിരുന്നു ആദ്യം തന്നെ മനസ്സിലാക്കണം. സിമ്പിൾ അല്ലേ, ലോകത്ത് മൊത്തം നടക്കുന്ന 100 കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരാളുടെ മൂവ്മെന്റ് തിരിച്ചറിയണം, അവിടെ നമ്മൾ റെസിസ്റ്റ് ചെയ്യണം. ശരിയ പ്രശ്നമല്ല, അവിടെ തീരും. അല്ലാതെ ഈ പാവപ്പെട്ട ഈ സംവിധായകരെയും വയസ്സായിട്ട് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത പാവപ്പെട്ട പഴയ നായകന്മാർ ഒക്കെ ആൾക്കാരെ പറ്റിയിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. അതെ, ആദ്യമേ ഒരു ഡീലിൽ നമ്മൾ എഗ്രി ചെയ്തിട്ട് പിന്നെ അത് അങ്ങനത്തെ ഡീൽ വെക്കരുത്, അല്ലെങ്കിൽ അതിനു വേണ്ടി പോകരുത്. അല്ലെങ്കിൽ കാരണം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മേഖലയിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ അതിന് സ്ട്രോങ് ആയിരിക്കണം മാനസികമായി. ആ സ്ട്രെങ്ത് നമുക്കുണ്ടാവണം. ഞാൻ നേരത്തെ ഒറ്റ വാക്കാണ് ഞാൻ പറഞ്ഞത്, എത്ര വലിയ മനുഷ്യനായാലും ഒരു പെൺകുട്ടിയുടെ ഒരു തറപ്പിച്ചുള്ള നോട്ടത്തിന് മുന്നിൽ ആർക്ക് നിൽക്കാൻ പറ്റില്ല. സിമ്പിളാണ്, നിൽക്കാൻ പറ്റില്ല. അവരും സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ എത്ര വലിയവനാണേലും ഒന്ന് മറിച്ചു. ആ നോട്ടം മാത്രം മതി. ഞാൻ എല്ലാവരോടും പറയും, എല്ലാ പെൺകുട്ടികളും പറഞ്ഞതാണ്, നിങ്ങളൊന്ന് തറപ്പിച്ച് നോക്കിയാൽ അവിടെ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമ്മളെ സംരക്ഷിക്കാൻ ആരും വേണ്ടതില്ല. അപ്പൊ അതാണ് അതിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. പിന്നെ ഷാജേട്ടൻ ഇപ്പൊ കുറെ അത് എന്താ പറയാ കുറച്ചധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ മൂവിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനി ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കഥാപാത്രം അങ്ങനെ നമുക്ക്, ഞാൻ കുറച്ച് നന്നായിട്ട് അത്യാവശ്യം ഹ്യൂമർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അതിനേക്കാളോ അതിന് മുകളിലോ സെന്റിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ ഒരു പ്രത്യേക കഥാപാത്രം തോന്നിയിട്ടില്ല. ഞാൻ ഈ ആക്ഷൻ ഹീറോ ബിജുവില് സുരാജ് ചെയ്തൊരു കഥാപാത്രം, കുറച്ച് ചെറിയൊരു സാധനം, അത് അഭിനയിച്ച് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, അത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാനല്ല, അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടിയാൽ ഒരു ചെറിയൊരു പോർഷനേ ഉള്ളൂ.